പിന്നെ ഇതിനകത്ത് ഈ വേർഡ് നമ്പേഴ്സ് വെച്ചിട്ടൊരു വേർഡ് പ്ലേ ഉണ്ടല്ലോ, അത് സാധാരണ ഈ ബിലിയൻ സിനിമകളിലൊക്കെയാണ് അധികവും കാണാറ്. അദ്ദേഹമാണ് ഈ വീരസ്പ അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുക. അതുപോലത്തെ ഒരു ഏരിയ ഉണ്ടല്ലോ ഇതിനകത്ത്. സോ അത് ഓഡിയൻസിനെ എങ്ങനെ കണക്ട് ആവും? അത് കുറച്ചധികം ചിന്തിക്കേണ്ട ഒരു ഓഡിയൻസിന് ആ ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ട് ഒരു ഏരിയ ആണ്. ആ ഏരിയ സെക്കൻഡ് ഹാഫിൽ മൊത്തത്തിൽ ഇപ്പൊ ഇതിനകത്തൊരു ഇതുണ്ട്. കുറച്ച് പേർക്ക് സിനിമ ഇഷ്ടപ്പെടും, ചിലർ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ മനസ്സിലായില്ല, കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ സെക്കൻഡ് ഹാഫിനകത്ത് ഇപ്പൊ സിനിമ കണ്ടവർക്കറിയാം, ഞങ്ങളത് ഷൂട്ട് ചെയ്യുന്നപ്പോൾ ഞാനും സതീഷും കൂടെ ഡിസ്കസ് ചെയ്ത് ഷൂട്ട് ചെയ്തു. എന്ന് വെച്ചാൽ വൺസ് ഈ പ്രശ്നം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയത്തെ കഥയാണ്. അവിടെ ഞങ്ങളുടെ ഷോട്ടുകളെല്ലാം മൂവ്മെന്റിലാണ്. അത് ഞങ്ങൾ ട്രോളി ഷോട്ട്സും വേണ്ടെന്ന് വെച്ചു, ഫുൾ സ്റ്റഡി ക്യാം വെച്ചിട്ടുള്ള എല്ലാം ഇതിലാണ്. കാരണം ഒരു കെയോസ് സിറ്റുവേഷനാണ്. അപ്പം അവിടെ ഒരു സ്പീഡ് ഫീൽ ചെയ്യണം, ആ ഒരു ഇത്. അപ്പം ഇപ്പം എനിക്ക് രണ്ട് തരത്തിലുള്ള ഇത് കിട്ടുന്നുണ്ട്. അപ്പം ആൾക്കാർ ഇത് വിളിച്ച് ചോദിക്കുന്നുണ്ട്, കാരണം അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, പക്ഷെ ചില ഡൗട്ട്സ് ഉണ്ട്. ചിലർക്ക് ഇത് മനസ്സിലാകാതെ, കാരണം ഇത് സെക്കൻഡ് ഹാഫ് വളരെ സ്പീഡിലാണ് പോകുന്നത്. അപ്പം ഇത് വളരെ ഇതായിട്ട് വാച്ച് ചെയ്ത് നിൽക്കുന്നവർക്ക് അത് കണക്ട് ചെയ്ത് പോകാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫോണിലേക്ക് പോയി ഡിസ്ട്രാക്റ്റഡ് ആയി പോയാൽ കണക്ഷൻ പോകും. അങ്ങനെ കണക്ഷൻ പോകുന്നവർക്ക് പിന്നെ പറയുന്നത് കിട്ടിയില്ല. ടോട്ടാലിറ്റിയിലൊക്കെ സിനിമ കൊള്ളാം, പക്ഷെ അത് കിട്ടിയില്ല, അവിടെ ലാഗ് ഫീൽ ചെയ്തു, കാരണം മനസ്സിലാകുന്നില്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഫോളോ ചെയ്തവർക്ക് ഭയങ്കരമായിട്ട് അവർ എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, അത് ഭയങ്കര ഇതായിട്ട് വന്നു എന്നുള്ളത്. ഇത് ഡിനു തരുന്ന സ്ക്രിപ്റ്റിൽ അതേപോലെ ഇതുണ്ട്, പക്ഷെ ഇതിൻ്റെ ഒരു ഫൈനൽ, ഇതിൻ്റെ ഒരു ബിജുവിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്രസന്റേഷൻ ഉണ്ട്. അത് ഞാനൊരു മീഡിയം ആക്കിയതാണ്, ഓഡിയൻസിനോട് അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദർ ഇസ് നോ അതർ മീഡിയം. പുള്ളിയുടെ മനസ്സിലുള്ള ഒരു കാൽക്കുലേഷൻ ആണത്. അതൊരു സിനിമാറ്റിക് ഇതിനു വേണ്ടി ഒരു മീഡിയമായിട്ട് നമ്മളതിനെ കാണിച്ചു നിന്നു. അതല്ലാതെ അങ്ങനെ ഉണ്ണിയേട്ടൻ്റെ പടങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ അതൊന്നും അല്ല. ഇത് ഡിനു കൊണ്ടുവന്ന സ്ക്രിപ്റ്റിനകത്ത് ഇതുണ്ട്. എനിക്ക് ആ സ്ക്രിപ്റ്റിനകത്ത് അധികം ഒന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ സെക്കൻഡ് ഹാഫ് ഞങ്ങൾ ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഒരു, അതുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണത്, പക്ഷെ ആ സ്പീഡ് ഞങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. ആ കെയോസ് ഫീൽ ചെയ്യണം. അതുകൊണ്ടാണ് ആ ടെൻഷനും ഇതും വരുന്നത്. അതുകൊണ്ട് ഇനി സിനിമ കാണാത്തവർ കാണുന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഹാഫ് ഒക്കെ കുറച്ചൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാതെ ഒന്ന് ഫോളോ ചെയ്താൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ എൻജോയ്മെന്റ് കിട്ടും. ഇപ്പോൾ വാർഷിക പദ്ധതി പോലെ വർഷത്തിലൊരു പോലീസ് വേഷമെങ്കിലും വരുന്നുണ്ടല്ലോ, അതിൽ വ്യത്യസ്തത കണ്ടെത്തുക വളരെ പ്രയാസമാണ്. ഇപ്പം ഇതിനകത്ത് അയാൾക്ക് പണത്തിനോടുള്ള കൊതി, തലവെല്ല സിസ്റ്റത്തിനകത്ത് തന്നെ നിൽക്കാനുള്ള ഒരു ശ്രമം, അങ്ങനെ ഓരോന്നിലും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കണ്ടുപിടിക്കണല്ലോ. ഇത് എത്രമാത്രം ശ്രമകരമാണ് ഒരു പുതിയ പോലീസുകാരുടെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കുക? നല്ല ശ്രമകരമാണ് ആക്ച്വലി. ഒരുപാട് ഒരു പോലീസ് ക്യാരക്ടേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് മടുപ്പുണ്ട് തന്നെ പറയാം. അതായത് ബെറ്ററായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. സിനിമ കഴിയുമ്പോൾ നമ്മളൊരു പെർഫോമൻസ്, ഒരു ആക്ടർ എന്ന രീതിയിൽ ഒരു ബെറ്റർമെന്റ് ഉണ്ടാകാൻ വേണ്ടി ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഉണ്ടോന്ന്. ഈ സിനിമ അത്തരത്തിൽ എനിക്കൊരു സേഫ് ഏരിയ ആയിരുന്നു. രഞ്ജിത്തിന്റെ ഡയറക്ഷനിൽ എനിക്ക് പെർഫോം ചെയ്യാൻ നല്ല സ്കോപ്പുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു സേഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. ഇപ്പം ജോജു മറ്റ് ആർട്ടിസ്റ്റുകളും എല്ലാം ഉണ്ട്. ആ രീതി വേറൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് ഈ ക്യാരക്ടറിന്. ഒരുപാട് ഇമോഷണൽ, ഒരുപാട് തലങ്ങളിൽ കൂടി നമുക്ക് ആക്ടർ രീതിയിൽ പരീക്ഷണം നടത്താനുള്ള ഏരിയകളുണ്ട്. എനിക്ക് പറ്റുന്ന സ്കോപ്പ് ഉണ്ട്. ആ രീതിയിലാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ വനിതാ പോലീസും കൂടി ഒന്നും ചെയ്യാൻ. ഈ നെഗറ്റീവ് ഷെയ്ഡ്സ് എൻജോയ് ചെയ്യുന്നുണ്ടോ? അത് അതിനെക്കുറിച്ചൊരു സ്വാതന്ത്ര്യം കിട്ടുന്ന പോലെ തോന്നുന്നുണ്ടോ? എനിക്കിഷ്ടമാണ് ആക്ച്വലി ചെയ്യാൻ, വളരെ ഇഷ്ടമാണ്. അത് പെർഫോം ചെയ്യാൻ സ്കോപ്പ് കൂടുതൽ അവിടെ. മറ്റേ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ഒരു ഹീറോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എവിടെയെങ്കിലും നമ്മളെ കിട്ടിയിടേണ്ടി വരും. ചുറ്റുപാടുകളില്ലാതെ നമുക്ക് കൊണ്ടുപോകാമെന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് നെഗറ്റീവ് ഷെയ്ഡ്സ്. സട്ടിലിറ്റി ഉണ്ടല്ലോ ഇതിനകത്ത്. അയാൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആർത്തി കാണിക്കുന്ന സട്ടിലിറ്റി ഉള്ള ഒരുപാട് പോർഷൻസ് ഉണ്ട്. ഫ്ലാഷ് ബാക്കിലും ഇൻട്രൊഡക്ഷൻ സീൻ തന്നെ അങ്ങനെയാണ്. അപ്പം അവിടെ എന്തായിരുന്നു കമ്മ്യൂണിക്കേഷൻ? ഇയാളെ എങ്ങനെ ഇയാൾക്ക് ഒരു കാര്യത്തിനുള്ള ഒരു കൊതി എങ്ങനെ കാണിക്കണം, അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ആവണമെന്നായിരുന്നു ഒരു ഡിസ്കഷൻ. അപ്പോൾ ഡിനു എഴുതിയിട്ടുള്ള പോലെ തന്നെ ജിത്തുമായിട്ട് നമ്മൾ ഓരോ സീൻ നമ്മൾ സംസാരിക്കുമല്ലോ. നമ്മൾ ഇപ്പോൾ ആദ്യം ഈ സീൻ എടുക്കുമ്പോൾ തന്നെ എനിക്ക് സ്റ്റോറിൽ എടുത്തത് ആ സീൻസ് തന്നെയായിരുന്നു. എടുത്തപ്പോൾ നമ്മളതിൽ എവിടെയൊക്കെയോ എവിഡൻ്റ് ആയിട്ട് തോന്നും ഇയാൾക്ക് ഒരു ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ പോണോ ജിത്തു, അപ്പോൾ നമ്മളത് ഒളിച്ചു വെച്ചിട്ട് പിന്നെ റിവീലായാൽ മതി. ജിത്തുവിന് കിട്ടിപ്പോയിക്കോട്ടെ. നമ്മൾ തുടക്കത്തിൽ എങ്ങനെ തന്നെയാണ് ആന്റണി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, കൊണ്ടുപോകുന്ന ആ ഒരു ചെറിയൊരു കറപ്ഷൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. ആ രീതിയിലാണെന്നൊക്കെ ഓരോ സീനിന് മുമ്പ് കാരണം ഇത് കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. കാരണം ഈ ചെറിയ ടൈം ബാറിനുള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട്
പാളിപ്പോകാൻ വളരെ ചാൻസുകളില്ല. നമ്മൾ പല ദിവസങ്ങളിലും പല സമയത്തും ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ കണ്ടിന്യൂറ്റി നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. വന്നൊരു സ്പീഡും ഒക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഏരിയ ഇപ്പോൾ ഓരോ സീനിന് മുമ്പ് ഡിസ്കസ് ചെയ്യും നമ്മളിത് എങ്ങനെയായിരിക്കണം, ഇവിടെ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ചെയ്യണം, അത് കുറച്ചും കൂടെ സെറ്റിലായിട്ട് ചെയ്യണം, എല്ലാം ഒരു ടീം വർക്കാണ്, ഡിസ്കഷനിൽ പോകുന്നതാണ്. ഇത്തരം സബ്ജക്ട്സ് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ജഡ്ജ്മെന്റിൽ കറക്റ്റ് എന്താണെന്ന് ആ രീതിയിൽ പോകുന്നു. പിന്നെ ടോട്ടലി കാണുമ്പോൾ അത് ഓക്കെ ആയിരിക്കുന്ന നമ്മുടെ ഒരു തീരുമാനമാണ്. വർക്കൗട്ട് ആവുന്ന നമ്മൾ വിചാരിക്കണം. വർക്കൗട്ട് ആയ സന്തോഷം. വലിയ കാര്യം പറയുകയാണെന്ന് ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് ഒരു ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയങ്ങളിൽ വിജയന്റെ ആകെയുള്ള ആശങ്ക എന്ന് പറയുന്നത് അതിന്റെ കണ്ടിന്യൂറ്റി. അത് ഓക്കെ അല്ലടാ, ഈ ഷോട്ടും നമ്മൾ മറ്റേ ഷോട്ടും നേരത്തെ എടുത്തതായിട്ട് മാച്ച് ആവില്ല, കുഴപ്പമില്ലല്ലോ എന്നുള്ള ഭയങ്കരമായ ആശങ്കകൾ എപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പോലീസ് ചെയ്യാനുള്ള എടുക്കുന്നതെന്ന് അറിയില്ലേ, അച്ഛൻ പോലീസായിരുന്നു. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിനെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് മാറ്റം തോന്നി. ഇപ്പൊ ഒരു പേപ്പർ വെയിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ പിറ്റേ ദിവസം വേറെ അത് മാറിയിരുന്നാൽ പോലും നിങ്ങൾ കാണുന്ന ഈ 1 മണിക്കൂർ സ്പാനിന്റെ ഉള്ളിൽ കാണുമ്പോൾ ഭയങ്കര കണ്ടിന്യൂറ്റി ജമ്പൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ടെൻഷൻസ് നമ്മുടെ ആക്ടിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കായിരുന്നു. എല്ലാവരുടെയും കാര്യം എല്ലാവരും ശ്രദ്ധിക്കായിരുന്നു മാക്സിമം. സാധാരണ സിനിമ നടന്മാർ അതില് ഫാൻസിന്റെ ഇത് കാണിക്കും. വിജയന്റെ ഇപ്പം കാണിക്കുന്നത് ബിജ്മാൻ ആൻഡ് ലവേഴ്സ്, ഹേറ്റേഴ്സ് ഇല്ലാത്ത നടന്നാണ് ശരിക്കും വിശേഷിപ്പിക്കുന്നത്. പണ്ടൊരു സമയത്ത് പിടിച്ചതൊക്കെ കോമഡി പടങ്ങളാണ് മീറ്റർ, പിന്നെ ട്രാക്ക് പതുക്കെ മാറ്റി. അതെന്തുകൊണ്ട് ബോധപൂർവ്വമുള്ള ശ്രമമാണ്. ഇപ്പൊ എത്തിയേക്കുന്നത് ഒരു മാസ്റ്റർ ഡയറക്ടർ ഇതില. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ജിത്തു സാറിന്റെ ഒപ്പം ഉള്ളത്? പിന്നെ ഈ ട്രാക്ക് പിടിച്ചേക്കുന്നത് ബോധപൂർവ്വമാണോ? ഒന്നും മനഃപൂർവ്വം ചെയ്യുന്നില്ല. നമ്മള് ആദ്യം ഞാൻ ചെയ്യുന്നത് നമുക്ക് സിനിമയിൽ വരുമ്പോ പ്രത്യേകിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല എന്താ ചെയ്യേണ്ടത്. നമ്മള് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചെയ്ത് പോകുന്നു. പിന്നെ ബെറ്റർമെന്റിനെ നമ്മൾ ആഗ്രഹിക്കില്ല ഓരോ ക്യാരക്ടേഴ്സ്. ആ സമയത്ത് വരുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു പോകുന്നു. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് നമുക്കൊരു ആർട്ടിസ്റ്റാണ്, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പ്രൂവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ അതിനു വേണ്ടി സെർച്ച് ചെയ്യും. നമുക്ക് വരുന്ന ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ. നമ്മൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ പറഞ്ഞ ഈ മാറ്റങ്ങൾ, ഇപ്പൊ കോമഡി ആണെങ്കിൽ തന്നെ ഒരു സീസണിൽ വരുമ്പോൾ അതിന് മുമ്പ് നമ്മൾ കോമഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല ആൾക്കാർക്ക്. പിന്നെ മേരിക്കുട്ടി കുഞ്ഞാടുന്നൊരു സിനിമയിൽ ഹ്യൂമർ എങ്ങനെ എവിടെ ഒരു ആഷിൽ ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നെ കുറച്ച് സിനിമകൾ എനിക്ക് അങ്ങനെ ഹ്യൂമർ ബേസ്ഡ് ആയിരുന്നു. പിന്നെ വെള്ളിമോഹ് കഴിഞ്ഞപ്പോൾ വെള്ളിമോഹ് ലൈൻ തന്നെയായിരുന്നു കുറെ. നമ്മൾ ഇന്ന് മാറാൻ നോക്കും. പിന്നെ നമുക്ക് വരുന്ന കഥകളിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ജിത്തുവിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ജിത്തുവിന്റെ മറ്റു സിനിമകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻഗേജായിട്ട് കിട്ടുന്ന സിനിമ. പിന്നെ ജിത്തുവിന് അതിൻ്റെ ഒരു ക്രാഫ്റ്റ് അറിയും. ഇത്തരം സിനിമകൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബ്രില്യൻസ് ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് എൻ്റെ മേഖല മാത്രം സൂക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സേഫ് സോൺ പിടിക്കുക എന്ന് പറയുന്നത് ആ രീതിയിൽ ജിത്തുവിന്റെ മൂവിയാണ്. സാറിന്റെ പേര് കാണുമ്പോൾ ആൾക്ക് ഭയങ്കര എക്സ്പെക്ടേഷനാണ്. അപ്പൊ ഈ പടം നല്ല സോഷ്യലി ഒരുപാട് മെസ്സേജ് തന്നെ പടമാണ്. ഒരുപാട് പേര് ബോധപൂർവ്വം ഇതിനെ കീറി മുറിക്കാൻ ശ്രമിക്കില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് ചിത്രങ്ങൾ അങ്ങനെ ഇതിൽ പെട്ടിട്ടുണ്ടല്ലോ. അല്ല, കീറി മുറിക്കല് അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. കീറി മുറിക്കേണ്ടവർക്ക് കീറി മുറിക്കാം. അല്ലാതെ ഇതിനെ അത്ര വലിയ സീരിയസ് ആയിട്ട് കാണാതെ പടം അതിൻ്റെതായ രീതിയിൽ എൻജോയ് ചെയ്യേണ്ടവർക്ക് എൻജോയ് ചെയ്യാം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബേസിക് ഓഡിയനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞ അത് തന്നെ. അതുകൊണ്ട് ഞാൻ എൻ്റെ സിനിമകളെ അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, അങ്ങനെ പ്രതീക്ഷിക്കരുത് എൻ്റെ സിനിമയിൽ. ഞാൻ മാറ്റങ്ങളും ചേഞ്ചസിനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇനിയും ചെയ്യുന്ന ചിലപ്പോൾ ത്രില്ലറിൽ ചിലപ്പോൾ സസ്പെൻസ് ട്വിസ്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ പാറ്റേൺ വേറെ ആയിരിക്കാം. എനിക്ക് അങ്ങനെ മാറിയും മറിഞ്ഞും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ദൃശ്യം കഴിഞ്ഞപ്പം ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തത് ബോധപൂർവ്വം തന്നെ. അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് മമ്മിയാൻമി ചെയ്തിട്ടുണ്ട്. ഈ അൺഫോർച്ചുനേറ്റ്ലി മെമ്മറീസും ദൃശ്യവും ഒരു വർഷം ബാക്ക് ടു ബാക്ക് അടുപ്പിച്ച് വന്നതാണ് ഈ പ്രശ്നമായത്. അപ്പം എന്നെ വീണ്ടും നിങ്ങളിങ്ങനെ ഭയങ്കര എക്സ്പെക്റ്റഡ്. ഇപ്പൊ ഇനി അടുത്ത ഒരെണ്ണം വരുന്നുണ്ട്, ദൃശ്യം 3. അപ്പം നിങ്ങള് ദൃശ്യം 1ഉം 2ഉം വെച്ചിട്ട് ഒരു കമ്പാരിസണിൽ നിങ്ങൾ ദൃശ്യം 3 കാണാൻ വന്നാൽ നിങ്ങൾക്ക് ഡിസപ്പോയിന്റഡ് ആവും. കാരണം ദൃശ്യം 3 വേറൊരു, അത് രണ്ടുപോലെയല്ല, അത് വേറെ രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ വരുന്നവര് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ വരുമെന്ന് തീരുമാനിക്കുന്നവർ അങ്ങനെ വന്ന് ഡിസപ്പോയിന്റഡ് ആയിട്ടേ മടങ്ങും. പക്ഷേ അതുകൊണ്ട് ആ സിനിമ നല്ലതല്ല എന്ന് വരുന്നില്ല. കാരണം അതിന് ആ ടൈപ്പ് ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടൂടെയാണ് സിനിമ ചെയ്യുന്നത്. പിന്നെ ഈ
ഇപ്പം ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, ഈ ഭയങ്കരമായിട്ട് കീറി കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഈയിടെ ചോദിച്ചു സ്പൂൺ ഫീഡിങ് എന്തിനാണ് എൻ്റെ സിനിമകൾ സ്പൂൺ ഫീഡ് ചെയ്യുന്നത്. ഞാനൊരു ലിമിറ്റഡ് ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല സിനിമ ചെയ്യുന്നത്. ഇപ്പം ഒരു നല്ല IQ ലെവലുള്ള ഒരാൾക്ക് ഇപ്പം ഈ സിനിമയിലെ പല കാര്യങ്ങളും തുടക്കത്തിൽ തന്നെ കിട്ടും. പക്ഷെ ഒരു 50 വയസ്സ് കഴിഞ്ഞ് ചിലപ്പം അത്രയൊന്നും അങ്ങനെ ലെവലിൽ ചിന്തിക്കാത്തൊരു ഓഡിയൻസിന് ചിലപ്പോൾ ഒരു സ്പൂൺ ഫീഡിങ് വേണ്ടി വരും. അപ്പം ഇത് കാണുന്ന പല റേഞ്ച് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പൂൺ ഫീഡിങ് ഇടും. അത് പലർക്കും കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തിനാ ഇതൊക്കെ അറിയാവുന്ന സ്പൂൺ ഫീഡ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓക്കെ, പക്ഷെ അപ്പുറത്തിരിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ് അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അവർക്കത് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഞാനധികം സ്പൂൺ ഫീഡിങ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഇത് അതിനുള്ള സമയമില്ല. അങ്ങനത്തെ ഒരു പോക്കാണ് ഈ സിനിമ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നറിയോ, ഞാനൊരു പേടിയില്ല. ഞാൻ സിനിമ ഇൻഡസ്ട്രി വന്നത് ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാനൊരു റൈറ്റർ ഡയറക്ടറായിട്ടൊന്നും, ഞാൻ സ്റ്റോറി ടെല്ലർ. ഞാൻ കഥകൾ പറയും, ആ കഥകൾ പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെതായ രീതിയിൽ കഥ പറയുന്നു, അത് കുറച്ച് എന്റർടൈൻ ചെയ്തിട്ട് കൊണ്ടുവന്ന് പറയും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്നെ അധികം ആൾക്കാർ ഇതിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷ വേണ്ട. ഡിഫറെന്റ് ഇപ്പൊ ഞാൻ ഇനി വേറെ 1-2 സബ്ജക്ട്സുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നതൊന്നും ത്രില്ലറേ അല്ല, വേറെ ടൈപ്പ് ജോണറുകളാണ്. ഇനി ഒരു പേടിയെ കുറിച്ചില്ല. ഞാൻ ഈ മരിക്കുന്നിടം വരെ ഇൻഡസ്ട്രി നിൽക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളൊന്നുമല്ല. കുറച്ച് ആൾ കഴിയുമ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞ് നമ്മളിത് കഴിഞ്ഞാൽ നമ്മൾ വേറെ പണിക്ക് പോകും. അല്ല ഇപ്പൊ ഞാൻ ബേസിക്കലി ഒരു കൃഷിക്കാരനായിട്ട് വന്നില്ല, പറമ്പിലിറങ്ങി കളിക്കാൻ പോകും. അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ല. എനിക്ക് സിനിമ ചെയ്യുന്നത് ഇഷ്ടമാണ്, കഥ പറയുന്നത് ഇഷ്ടമാണ്. ഞാൻ എൻ്റെതായ രീതിയിൽ പറയുന്നത്. ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഈയിടെ എന്നോട് കുറച്ച് പേര് ചോദിച്ചു താങ്കൾക്കെതിരെ പേഴ്സണലി ആരൊക്കെയോ അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു. അതൊന്നും എൻ്റെ പ്രശ്നമല്ല. കാരണം ഞാൻ ചെയ്യുന്ന എല്ലാം മാത്രമാണെന്നും ഞാൻ ഒരിടത്തും അവകാശപ്പെടുന്നില്ല. ഒരു ദൃശ്യവും മെമ്മറീസും ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ബെഞ്ച് മാർക്ക് വെച്ചു. ആ ബെഞ്ചിന്റെ അടുത്ത് മാർക്ക് എടുത്തൊന്നും മാറ്റിയാൽ തന്നെ നമുക്ക് നല്ല രീതി വരുന്നു. ഞാനത് എല്ലാം പിന്നെ കുറച്ച് പേര് ചോദിച്ചു എന്തിനാണ് ഈ കൊച്ചു സിനിമകൾ ചെയ്യുന്നത്. എനിക്കിഷ്ടമാണ് കൊച്ചു സിനിമകൾ ചെയ്യുന്നത്. വളരെ എനിക്ക് കുട്ടികളുടെ സിനിമയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഒരു നല്ല സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ഞാനങ്ങനെ പേടിക്കുന്ന ഒരാളാണ്. ഒരു കഥയും നല്ലൊരു സ്ക്രിപ്റ്റും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാണ്. എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ്. അല്ലാതെ ഓക്കെ എന്നാ ഇനി അടുത്തത് അങ്ങനെ ഒരു പടം ചെയ്തേക്കാന്ന് അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. വരുന്ന കഥകളിൽ നല്ലത് നോക്കി നമ്മൾ സെലക്ട് ചെയ്തൊക്കെ പോകുന്നു. പിന്നെ അത് കഴിയുന്നതും ത്രില്ലർ ആകാതിരിക്കാൻ നോക്കാറുണ്ട്. ചിലപ്പോൾ അത് നടക്കാറില്ല. ജിത്തു സാറിന്റെ കൂടെ ബിഹൈൻഡ് ദി ക്യാമറ ഉണ്ട്. സോ വലതുവശത്തെ കള്ളനിൽ എന്താണ് സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത് മറ്റുള്ള ജിത്തു ജോസഫ് സിനിമകളിൽ നിന്ന് അപേക്ഷിച്ച്? ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രധാന ഇൻസിഡന്റ് നടക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ അതിനകത്ത് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. 4 ചുമരും കുറച്ച് സ്ഥലവുള്ളൂ. ടെക്നിക്കലി നമുക്ക് കുറച്ച് അത് തന്നെയാണ് ഒരു ചലഞ്ച്. അപ്പൊ അതില് എങ്ങനെ നമ്മൾ ഈ ബോറടിപ്പിക്കാതെ കുറെ ഷോർട്ട് ഡിവിഷൻസ് ഇല്ല, അപ്പൊ അതിൽ എങ്ങനെ ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ക്യാമറ സൈഡിലുള്ള ഒരു ചലഞ്ച്. അപ്പൊ അത് ആ ലിമിറ്റേഷൻസ് നിന്നിട്ട് നമുക്ക് ആൾക്കാർക്ക് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആകാമെന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് തോട്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷനാണ് എല്ലാവരും മൂവ്മെന്റിൽ കൊണ്ടുവരാവുന്നു. അപ്പൊ അത് കുറച്ച് സൗകര്യമായി. പിന്നെ ഇതിനകത്ത് ആക്ടർ പ്രേഷ്യ ഉപയോഗിച്ചിരിക്കുന്നതും നമ്മൾ ഈ സ്ഥലം വളരെ കുറവായതുകൊണ്ട് തന്നെ കുറച്ച് വൈഡായിട്ട് തോന്നാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെ. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ചലഞ്ച്. പക്ഷെ മറ്റു സിനിമകളിൽ നിന്ന് നമുക്ക് ഈ നമ്മുടെ ഒരു വർക്കിംഗ് സ്പേസ് ഭയങ്കര കുറവാകുമ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരുന്നു. അപ്പൊ അത് തന്നെയാണ് ഈ സിനിമയുടെ ചലഞ്ച്. അതൊരു പരിധിവരെ കവറപ്പ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയില്ല. ഹായ്. സോ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്ന് വിദ്യ എന്ന ക്യാരക്ടർ എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഡിഫറെന്റ് ആയിരുന്നു? വിദ്യ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് കുറേ സീൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് മാത്രമല്ല ത്രൂ ഔട്ട് ദ മൂവി കുറേ സീൻസിൽ ഡയലോഗ് ഇല്ലാതെ കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഓഡിയൻസിന് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, വിതൗട്ട് വേർഡ്സ് ഹൗ ഡു എക്സ്പ്രസ് എന്നുള്ളത് ഇതിൽ ഒരു ചാലഞ്ചിങ് ഫാക്ടറായിരുന്നു. അല്ലെങ്കിൽ വെറുതെ സൈഡിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം അതിൽ ആ ക്യാരക്ടറിന് കുറേ എന്തുകൊണ്ട് ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് ആ ക്യാരക്ടർ സപ്പോർട്ടിങ് ക്യാരക്ടർ ആണെങ്കിലും there are a lot of layers to her എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക്
വിദ്യക്ക് ഒരു ബാക്ക് സ്റ്റോറി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വിദ്യ എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയായിരുന്നു. വിദ്യക്ക് ഓരോ മൊമെന്റിലും ഓരോ സീൻസിലും വാട്ട് ഈസ് വിദ്യ ഗോയിങ് ത്രൂ എന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു. സോ എനിക്ക് ഇതൊക്കെ ചലഞ്ചസ് ആയിരുന്നു. സോ അവിടെയാണ് മെയിൻ പരിപാടി നടക്കണമെങ്കിലും ഞാനിവിടെ തകർത്തഭിനയിക്കുന്ന വരിയാണ് എനിക്ക് തോന്നിയിരുന്നത്. സോ basically the best challenge was reacting without most of the reactions. അതും കുറേ വളരെ സിമിലർ ആയിട്ട് തോന്നാവുന്ന റിയാക്ഷൻസ് ഉണ്ട്. ഇഫ് യു ജസ്റ്റ് ലുക്ക് ഹിയർ ആൻഡ് ദെയർ. അതിനെ എങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഓരോ വാക്കുകളുടെ അർത്ഥം വെച്ചിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ചലഞ്ചായിട്ട് തോന്നി. വൈഷ്ണവി, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ജിത്തു സാറിന്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ആസ് എ ബിഗിനർ ജിത്തു സാറിന്റെ പടത്തിലൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്, ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഭയങ്കര എന്താ പറയാ, ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു കോള് വന്നപ്പോ തന്നെ. സോ ഞാൻ എൻ്റെ ഒരു 100% കൊടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐറിൻ എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്, ജോജു ചേട്ടന്റെ മോളായിട്ട്. സോ ആ ക്യാരക്ടറും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. ബിക്കോസ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ എൻ്റെ ഏജ് ഒക്കെ ഉള്ളൊരു ജനറേഷൻ വരുന്ന ഒരു എൻ്റെ ജനറേഷനിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് കുറവുള്ള ആൾക്കാരാണുള്ളത്. നമുക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോ അത് ഈ പറഞ്ഞ പോലെ 2 കൈ നീട്ടി സ്വീകരിച്ച് ചെയ്തു. ഗൂഗിളിനോടാണ് ശൂന്യം. കരിയറിന്റെ ഫസ്റ്റ് തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു ആക്ടറാണ്. ഇപ്പൊ വലതുവശത്തെ കണ്ണലിൽ ജിത്തു സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ആക്ച്വലി ഇപ്പോ പറഞ്ഞ പോലെ തന്നെ വെറ്ററൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഒരുപാട് നോളജ്, എൻ്റെ വയസ്സിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കൂടെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നതും അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബഡ്ഡിങ് ആക്ടർ എന്നുള്ള നിലയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോഴും. എന്താണ് ഒരു പിച്ച വെച്ച് തുടങ്ങുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ സിനിമാ സെറ്റുകളിൽ പോകുമ്പോഴും എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതുപോലെ മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ ഇപ്പം തേച്ച് മിനുങ്ങാണല്ലോ. ഇപ്പോഴും ചിലപ്പോൾ ഒരുപാട് ഈ കല്ലിൽ ഒരുപാട് മുനകളും ഒരുപാട് അങ്ങനെയുള്ള ഒരു കല്ലായിരിക്കും ഞാൻ. അപ്പോൾ അത് ഞാൻ തേച്ച് ഇനിയും മിനുക്കുക എന്നുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ. സാറായിട്ട് ഒരു സിനിമയിൽ അസോസിയേറ്റ് ചെയ്ത നമുക്കെല്ലാവർക്കും അറിയാവുന്ന വലിയ പ്രൊഡ്യൂസറാണ് CJ റോയ്. അദ്ദേഹം പെട്ടെന്ന് നിമിഷത്തിൽ നമ്മെ വിട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ മലയാളിയുടെ ഒരു ബിസിനസ് രംഗത്തെയും റിയൽ എസ്റ്റേറ്റ് രംഗത്തെയും സിനിമാ രംഗത്തെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാക്കിയ വ്യക്തിയാണ്. ആ വാർത്ത എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പടം കഴിഞ്ഞ് അദ്ദേഹം ഒരിക്കൽ എന്നെ വിളിപ്പിച്ച് ദുബായി കൊണ്ടുപോയി. അദ്ദേഹം ഡിന്നറിനെ വിളിച്ചു. അദ്ദേഹത്തിന് ഒരു പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പക്ഷെ പതുക്കെ മതി, തിരക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നെ ആ ബുഗാട്ടിയിൽ കയറ്റി ഇരുത്തി ഒരു ഓടിയൊക്കെ ഓടിക്കാറുണ്ട്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഭയങ്കര നല്ല ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഒത്തിരി എനിക്ക് പിന്നെ അല്ലാതെ അറിയാം ഒത്തിരി പേരെ സഹായിക്കുന്നതൊക്കെ. അപ്പൊ ഇവിടെ പണ്ടൊക്കെ എറണാകുളത്ത് വരുമ്പോ എന്നെ വിളിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ടച്ചങ്ങ് വിട്ടുപോയി. ഞാൻ ഈ പ്രൊജക്റ്റിലും തിരക്കിലായി പോയി. പക്ഷെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു ഭയങ്കര ഞാൻ ഞെട്ടിപ്പോയില്ല. ഞാൻ എന്നോടൊരാളിത് വിളിച്ചു പറഞ്ഞു. ഞാൻ ടി വി വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഇപ്പോഴും അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ചിലരുണ്ടല്ലോ, നമ്മള് മരിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, മരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഫീലിംഗ് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കേരളം ഈ പുതിയ വർഷം തുടങ്ങിയിട്ട് 2 ഞെട്ടിക്കുന്ന ആത്മഹത്യകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ആളുകൾ എന്താ പെട്ടെന്ന് ഇത്രയും മെന്റലി വീക്കായി പോകുന്നത്, അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു ജീവൻ തന്നെ കളയാൻ തീരുമാനം എടുക്കുക, അതിനെ ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബീങ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ ഇതിനെക്കുറിച്ച് പല കാരണങ്ങളുണ്ടാവാം. ഒന്ന് സ്ട്രെസ്. നമ്മുടെ പഴയ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ഇതുകൊണ്ട്. കാരണം പ്രശ്നങ്ങളിലൂടെ വളർന്നു. പിന്നെ സിബ്ലിങ്സ് ഉണ്ട്, അവരുമായിട്ട് അടിച്ച് കളിച്ച് വളർന്നു. ഇത് ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ
അതിന്റെ എണ്ണം കുറഞ്ഞു, സീൻസിന്റെ എണ്ണം കുറഞ്ഞു. പിന്നെ ഒരു ആവശ്യമില്ലാത്ത അഭിമാനം, ദുരഭിമാനം എന്നൊക്കെ പറയും ചിലർക്കൊരു നല്ലൊരു ക്ലീൻ ഇമേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈയിടെ ഉണ്ടാകുക പെട്ടെന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്താ പറയാ പബ്ലിക്കിന്റെ മുമ്പിൽ ഞാൻ വേറൊരു ആളായിട്ട് ചിത്രീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് കൊള്ളാൻ പറ്റത്തില്ല. അവർക്കത് പിന്നെ അങ്ങനെ അയാൾ തെറ്റിയിട്ടില്ലായിരിക്കും, പക്ഷെ അയാൾക്ക് അതിനോട് തിരിച്ചു പൊരുതി നിൽക്കാനോ ഒന്നുമില്ല. അയാൾക്ക് പിന്നെ സമൂഹത്തിന് ഫേസ് ചെയ്യാനും ഉള്ള ഒരു ബുദ്ധിമുട്ട് ഭയങ്കര അങ്ങനെ വീക്ക് മൈൻഡഡ് ആകുമ്പോൾ എടുക്കുന്ന ഒരു ഇങ്ങനത്തെ ഒരു ഡിസിഷനാണ്. ഒരു പക്ഷേ അന്നേരം ഒരാളുമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ ചിലപ്പോൾ അത് മുഴുവൻ പോകും. പക്ഷെ അങ്ങനത്തെ ഒരു ഭയങ്കര മനസ്സില് ഒരു എന്താ പറയാ ഒരു തീരെ ഒരു ബലമില്ലാത്ത ആൾക്കാർ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവുമല്ലോ. അതാണ് ഇപ്പൊ എനിക്ക് ഒത്തിരി സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇപ്പൊ നമ്മളെ തന്നെ സിനിമ തുടങ്ങുന്നത് അങ്ങനത്തെ ഒരു സൈക്കോളജിസ്റ്റ് ഇതിൽ തന്നെയാണ്. ഇപ്പൊ അങ്ങനത്തെ ആക്ച്വലി പണ്ടൊക്കെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവാന്ന് ഞാൻ പറയുന്നത് എന്റെയൊക്കെ ചെറുപ്പം അവര് ഭ്രാന്താണെന്ന് തോന്നുന്നു എന്നായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോവാന്ന് പറഞ്ഞാൽ ഓക്കെ എനിക്ക് ചില ടെൻഷൻ ഉണ്ട്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അപ്പൊ അവരതിനെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയെന്ന് കൈകാര്യം ചെയ്യണം എന്ന് പറയും. ഇപ്പൊ അങ്ങനത്തെ സർവീസ് ഒക്കെ ഉണ്ട്, ശരിക്കും അതൊക്കെ എടുക്കാം. ബേസിക്കലി എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ സർവീസ് എല്ലാവരും ഒന്ന് ചുരുങ്ങുവാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രെസ് വരും, മനസ്സിലായോ? ഇപ്പം ഒരു നോർമൽ പേഴ്സൺ, ഇപ്പൊ ഞാൻ ഇതുവരെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പുറത്തവൻ അറിയാവുന്ന ഒരാള് മറ്റേ അമേരിക്കയിൽ പോയി അല്ലെങ്കിൽ ഇവിടെ പോയി ഇയാൾക്കും പോകണമെന്നുണ്ട്, പോകാൻ പറ്റുന്നില്ല. അതൊക്കെ ഉണ്ടാക്കുന്ന പല ഇമോഷൻസ് ഉണ്ട് ആ വ്യക്തിയുടെ. പിന്നെ ഇപ്പം ഒരു സെലിബ്രിറ്റി ആയി ഒരാൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിലോ സിനിമയിലോ ഏതെങ്കിലും സെലിബ്രിറ്റി ആയി അങ്ങനെ വരുമ്പോൾ ഇതിന്റെ താഴെ വന്ന് കുറച്ചുപേർ അറ്റാക്ക് ചെയ്യും. അപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രഷർ, പല രീതിയിൽ നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് മൊത്തത്തിൽ മാറി. അതിനെ മനക്കെട്ടി വേണം. പക്ഷേ ഈ പറഞ്ഞ റോയ് സാറിൻ്റെത് ഞാനും ഞെട്ടിയിരിക്കുകയാണ്. ഇതേപോലെ വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വന്ന ഒരാള് അത് ചെയ്യണമെങ്കിൽ അപ്പം മേ ബി എനിക്കറിയാൻ പറ്റത് ഐ സ്റ്റിൽ ഭയങ്കരമായിട്ടും എനിക്കാണ് മജോറിറ്റി ആൾക്കാർ അദ്ദേഹത്തെ അറിയാവുന്ന മജോറിറ്റി ആൾക്കാരും സ്റ്റണ്ടാണ്, അവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. സമയത്ത് പേഴ്സണലായിട്ട് സാറിന് അറ്റാക്ക് ചെയ്യുന്ന രീതിക്ക് പേഴ്സണൽ അറ്റാക്ക് എന്നുള്ള രീതിക്ക് മീഡിയാസിൽ നിന്നൊരു ഉണ്ടെന്ന് തോന്നുന്നു. മീഡിയസിന്റെ ഭാഗത്ത് നിന്ന് സാറിന്റെ സിനിമയാണെങ്കിൽ പേഴ്സണൽ അറ്റാക്ക് എന്നുള്ള രീതിക്ക് ആക്ച്വലി എനിക്ക് കുറച്ച് നാൾ മുമ്പ് എനിക്ക് ഒന്നാമത് ഈ സോഷ്യൽ മീഡിയയെ കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല. അതായത് എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നല്ലേ ചോദ്യം? സിനിമ ഇറങ്ങുമ്പോൾ അല്ല, മീഡിയാസ് എന്നല്ല, ഈ സോഷ്യൽ മീഡിയയിലാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ഒരു കുറച്ച് നാൾ ഞാൻ ഈ സോഷ്യൽ മീഡിയ വലിയ ആക്റ്റീവ് അല്ല. ഞാൻ വല്ലപ്പോഴും നമ്മുടെ ഫാമിലിയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നൊന്നുമല്ലാതെ, പിന്നെ എനിക്കൊരു ഹാൻഡലർ ഇല്ല, ഞാൻ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കുന്നത്. അപ്പം പിന്നെ യൂട്യൂബിലൊക്കെ ഞാൻ കാണുന്നത് മുഴുവൻ മറ്റേ കോമഡി പ്രോഗ്രാംസും അതും ഇതൊക്കെ. അപ്പൊ കുറച്ച് നാൾ മുമ്പ് വരെ കുറച്ച് നെഗറ്റീവ്സും ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്നപ്പം കുറച്ച് ന്യൂസുകളൊക്കെ വന്നപ്പോൾ ഞാൻ ഓർത്തത് എന്തായിരുന്നു വെച്ചപ്പം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരായ പിള്ളേരുണ്ട്, അവരെ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അവരത് കാണിച്ചു തന്നു. അപ്പൊ അവരെന്നെ കാണിച്ചു അതിന്റെ ഐക്കോണിൽ ഞെക്കുമ്പോൾ ഐക്കോണിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് വേറെ പോസ്റ്റ് ഒന്നുമില്ല, ചുമ്മാ ഒരു അക്കൗണ്ട് മാത്രമാണ്, വേറെ വീഡിയോസ് ഒന്നുമില്ല. അവർ മനസ്സിലായി ഇത് ആരോ ഒരാൾ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐഡിയ, ഇത് ഇങ്ങനെ പർപ്പസിനാണ്, ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് ഞാൻ മാത്രമല്ല, ഇതുപോലത്തെ വേറെ ഫിലിം മേക്കേഴ്സ്, വേറെ ആക്ടേഴ്സ്, പൊളിറ്റീഷ്യൻസ് എല്ലാവരും. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ വലിയൊരു പ്രശ്നം അതാണ്, നമുക്ക് ഒളിഞ്ഞിരുന്ന് ഒരാൾക്ക് തന്നെ പല ഐഡിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരാളെ കുറിച്ച് ഫേക്ക് ആയിട്ട് പറയാം. അത് ഇവിടെ ഇരുന്ന് ചെയ്യാം, എബ്രോഡ് ഇരുന്ന് ചെയ്യാം. അപ്പം അത് ഈസിയാണ്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ഇതൊക്കെയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇതൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു വലിയ സ്ട്രെസ്സാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ഇപ്പൊ നമ്മളെ കുറിച്ച് ഒരാള് നമ്മള് ഇന്നേ വരെ എന്താ പറയാ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളെ രീതിയിൽ ഈ കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്ത് പറയുക, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര മോശക്കാരനായിട്ട് ചിത്രീകരിച്ച് പറയുക, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ്, നീ ഇങ്ങനെയാണെന്ന് കുറെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും, നമ്മൾ തളരും എന്നൊക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊന്നും പ്രശ്നമില്ല. കാരണം ലൈഫിൽ ചലഞ്ചസ് ഉണ്ടാവും, പ്രൊഫഷണലി നമ്മൾ പോകുമ്പോൾ എതിരുകളുണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, കല്ലെറിയാൻ ആളുണ്ടാവും, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ വന്നത് ഒരു താഴെ എന്താ പറയാ ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ്. അപ്പം നമ്മൾ ആ ഒരു ജീവിതത്തിലെല്ലാം കണ്ടു വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് ഇതൊന്നും പ്രശ്നമല്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. ഞാൻ അങ്ങനെ എതിരെ എടുക്കുന്നുള്ളൂ. അപ്പൊ ഈ സിനിമ ഇറങ്ങിയപ്പോഴും കുറച്ച് പേര് നമുക്ക് കാണാൻ പറയാതാണ്. നമ്മൾ അതിനെക്കുറിച്ച് ബോധമല്ല. നമുക്ക് നല്ല ജെന്യുവൻ ആയിട്ടുള്ള ക്രിറ്റിസിസം വരുമ്പോൾ അത് നമുക്ക് ഗുണകരമാക്കി എങ്ങനെ എടുക്കാം എന്നുള്ളത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. കാരണം അതിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളതാണ്. എല്ലാത്തിൽ നിന്നും നമ്മൾക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് എടുക്കുക, മറ്റേതങ്ങ് ഇഗ്നോർ ചെയ്യുക, മൈൻഡ് ചെയ്തായി ചെയ്യാതിരിക്കുക, അതേ ഉള്ളൂ. ദിശയുടെ മകനായിട്ടാണ് നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്നത് വലതുവശത്തെ കണ്ണിലും. അപ്പൊ ആടുജീവിതത്തിന് ശേഷം ആടുജീവിതത്തിന്റെ ഒരു ലൊക്കേഷനും അവിടുത്തെ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വലതുവശത്തെ കണ്ണിലും. അപ്പോൾ അതിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു മാറ്റവും അതുപോലെ ഇപ്പം ദിശയുടെ മകനായിട്ട് അഭിനയിച്ചപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പോൾ ആടുജീവിതത്തില് ഇപ്പോൾ മൊത്തത്തില് ജോഗ്രഫി ആവട്ടെ, മൊത്തത്തിൽ കഥാപാത്രം ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, മൊത്തത്തില് എനിക്ക് തോന്നുന്നു 2 ധ്രുവങ്ങളിലാണ് 2 കഥാപാത്രങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതായി പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്ട്രീം ഓപ്പോസിറ്റ് സാധനങ്ങളായിരുന്നു രണ്ടു പേർക്കുണ്ടായിരുന്നു ക്യാരക്ടേഴ്സിന്. ആടുജീവിതത്തിന് ഇതുപോലെ കുറെ ജോഗ്രഫി അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാണ്ടായിരുന്നു, ആ ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഈ കഥാപാത്രത്തിന് കൂടുതലും എനിക്ക് തോന്നുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ അധികം ഇല്ലായിരുന്നു എന്നുള്ളത്. പക്ഷെ അവൻ്റെതായിട്ടുള്ള ഒരു വിക്ടിം എന്നുള്ള രീതിയിലാണ് ഞാൻ അവനെ നോക്കിക്കണ്ടത്. ഒരു ടോക്സിക് പാരന്റിന്റെ ഒരു വിക്ടിം എന്നുള്ള രീതിയിൽ ഒരുപാട് വേറൊരു രീതിയിലല്ലാതെ വിക്ടിമാണ് ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലത്തെ ഒരുപാട് വിക്ടിംസ് എനിക്ക് തോന്നുന്ന സൊസൈറ്റിയിൽ ഒരുപാട് ഉണ്ട്. ഒരുപാട് ഇതുപോലെ പാരന്റിങ്ങിന്റെ പ്രശ്നങ്ങളായിട്ട് ഇതുപോലെ തെറാപ്പിക്ക് എടുക്കുന്ന കുറച്ചധികം ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പൊ അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കുറച്ച് ഷെയ്ഡ്സും മേ ബി ഈ ഒരു കഥാപാത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവാം. പിന്നെ സെറ്റില് ഇതുപോലെ അഭിനയിക്കുമ്പോഴൊക്കെ ഇപ്പോൾ ബിജുചേട്ടന്റെ മുമ്പിൽ ബിജുചേട്ടൻ ആ ക്യാരക്ടറൊക്കെ പിടിച്ചിരിക്കുന്ന മാനറിസങ്ങളും സാധനങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നതാണെന്നൊരു ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു എന്നെ പോലൊരു വെഡിങ് ആക്ടറിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. സോ ബീങ് ഒപ്റ്റിമിസ്റ്റിക് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്പീക്ക്. പോലീസ് വേഷത്തിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കള്ളൻ വേഷത്തിലും അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും ഈ 2 വേഷവും എടുക്കാൻ നേരത്ത് അതിനകത്ത് ഏതായിരുന്നു ഏറ്റവും കൂടുതൽ റിസ്ക് അനുഭവിച്ചിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഉണ്ടോ, പിന്നെ മാക്സിമം പൂവില് കാര്യങ്ങളുള്ള ചാൻസ് ഉള്ള ക്യാരക്ടേഴ്സ് സേഫ് ആയിട്ടുള്ള ജോണർ പിടിക്കുന്നു, അത് വർക്ക്ഔട്ട് ആവാൻ ചാൻസ് ഉള്ള ആക്സെപ്റ്റൻസ് ഉള്ള നമ്മളെ അംഗീകരിക്കുന്നത്, സിനിമ വർക്ക്ഔട്ട് ആവും, സിനിമ തിയേറ്ററിൽ ഹിറ്റ് ആവും, അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമ്മളൊരു ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നത്. എനിക്കൊരു ആക്ടർ എനിക്കൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കളറിന്റെ ആണെങ്കിൽ ഒരു പോലീസിന്റെ എന്താണെങ്കിലും നമുക്ക് പെർഫോമൻസിന് സ്കോപ്പ് ഉണ്ടെങ്കിൽ ഏത് ക്യാരക്ടർ ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഒരു ക്യാരക്ടറിന്റെ ഒരു ദിവസം. തീർച്ചയായിട്ടും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് വേണ്ട മുൻവിധികളില്ലാതെ ഈ സിനിമ കാണാൻ വരിക എല്ലാവരും, അത് തന്നെയാണ് വേണ്ടത്. കാരണം ഇതൊരു നല്ലൊരു ഇമോഷണൽ ഇതുകൊണ്ട് ഇതിനകത്തൊരു മെസ്സേജാണ്. ഫുൾ ഫാമിലി ആയിട്ട് കാരണം ഇപ്പം എന്നെ വിളിക്കുന്നവരൊക്കെ പറയുന്നതാണ് ഇത് ഫുൾ ഫാമിലി ആയിട്ട് വന്ന് കാണാം. പിന്നീട് എനിക്ക് വേണ്ട ആരോ ഒരാൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് സർക്കാരും പോലീസും ഒക്കെ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഇതിനകത്ത് ഭയങ്കരമായൊരു മെസ്സേജ് ഉണ്ട് എന്ന് ഒരാളെനിക്ക് അയച്ചു തന്ന ഒരാൾ ഈ സിനിമ കണ്ടിട്ട് വീഡിയോ എടുത്ത് അയച്ചാണ്. അപ്പം അങ്ങനെ സിനിമ കാണുന്ന ജെനുവിൻ ആയിട്ട് നല്ല പ്രേക്ഷകർ ഇതിന് ഭയങ്കരമായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ നന്ദി പറയുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്തവരും ഇനി സിനിമ കാണാൻ പോകുന്നവരോട് ദയവ് ചെയ്ത് മുൻവിധികളൊന്നുമില്ലാതെ കാണുക. ഇതൊരു സസ്പെൻസും ട്വിസ്റ്റിനും പ്രാധാന്യമുള്ള ത്രില്ലറല്ല, ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. അപ്പോൾ ഇതൊരു പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇരുന്ന് കാണണം. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫുൾ കാരണം ഇടയ്ക്ക് മിസ്സായാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലാഗും അതും ഇതൊക്കെ തോന്നും. പക്ഷെ അത് അങ്ങനെ ഫോളോ ചെയ്താൽ എനിക്ക് ഉറപ്പാണ് ഇത് നല്ലൊരു ഒരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ വല്ലാത്തൊരു ഫീലിലായിരിക്കും ഇറങ്ങുന്നത്. കാരണം ഞാനത് ഇപ്പം പറയുന്നത് എന്താ പറയുക റിലീസിന് മുമ്പ് അത് എനിക്ക് പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല. ഇപ്പം പറയുന്നത് പ്രേക്ഷകർ എന്നോട് അതുപോലെ പറയുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ വന്ന് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ തന്നെ കാണുക. അപ്പോൾ താങ്ക് യു. ദൃശ്യം 3 ഏപ്രിൽ 2 റിലീസ്. എന്തെങ്കിലും പറയാനല്ലേ പറഞ്ഞേ?
അതിത് തന്നെ, ഒരു പ്രതീക്ഷയില്ലാതെ ഒന്ന് കാണുക. 1 പോലെയല്ല 2 പോലെയല്ല. അതിനകത്തും ഞാൻ കുറച്ചുകൂടെ ജോർജ് കുട്ടിയുടെ ഇമോഷനിലൂടെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ഒരു ജഗപോക സിനിമ പ്രതീക്ഷ വന്നാൽ നിരാശയായിരിക്കും. പക്ഷെ അതൊരു നല്ല സിനിമ എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിനെ 1 ഉം 2 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ വന്നാൽ എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതാണ്. ഇപ്പം ഇതിനെയും മെമ്മറീസും ദൃശ്യവും ഒക്കെ ആയിട്ട് ഇതിനെ നല്ല ഏത് സിനിമ ഇറങ്ങിയാലും വളരെ അതാണ് കമ്പാരിസൺ. ഇതിനെനിക്ക് തോന്നുന്നത് ഇത് ഈ ട്രെയിലറിലും ടീസറിലും എവിടെയോ മെമ്മറീസിന്റെ ഒരു ഇത് വന്നു. ദൃശ്യം 1 മുമ്പ് മെമ്മറീസ് ഇറങ്ങി, ഇപ്പൊ ദൃശ്യം 3 വരുന്നു, അതിന് തൊട്ട് മുമ്പ് അതേ ജോണറിലുള്ള ഒരു പടം വരുന്നു. അങ്ങനത്തെ ഒരു ഫീലൊക്കെ വന്നുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഇന്റർവ്യൂലെല്ലാം പറഞ്ഞത് ഇതിനകത്ത് ട്വിസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞത്. അപ്പം മുൻവിധികളില്ലാതെ വന്ന് സിനിമ കാണുക. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ ഇതുകൊണ്ടൊന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ്. കാരണം ഇനി ആൾക്കാരെ തന്നെ എന്തുവാണെങ്കിൽ നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു കൊടുക്കും. അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു.